കുഞ്ഞുങ്ങളുടെ മരണം നമ്മെ ഏറെ വേദനിപ്പിക്കാറുണ്ട്. കേരളത്തിൽ ഈ സമീപകാലത്ത് നിരവധി കുടുംബങ്ങളിലെ കൂട്ടമരണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. ഇതിലേറ്റവും സങ്കടപ്പെടുത്തിയത് അമ്മമാർ മക്കളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ വാർത്തകളാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത യുവതികൾ എന്തിനാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയത്? ഈ പകൽ മറ്റൊരു കുരുതിന്റെ നിലവിളി ശബ്ദം കേട്ടു കോഴിക്കോട് വടകരയിൽ നിന്ന്. 1.5 വയസ്സുള്ള കുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. ആ കേസാണ് പോലീസ് പെട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വേദനയും ദുഃഖവും അനുഭവിക്കുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും ക്രൂരതയും പീഡനങ്ങളും മക്കൾക്കു വേണ്ടി സഹിച്ചു ജീവിക്കുന്ന നിരവധി അമ്മമാരുമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന ചില അമ്മമാരെ കുറിച്ചാണ്. കോഴിക്കോട് വടകരയിൽ നിന്നാണ് സമാനമായ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഈ പകൽ കേട്ടത്. 1.5 വയസ്സുകാരിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ ഫായിസയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. മണിയൂർ സ്വദേശികളുടെ മകൾ ആയിഷ സിയ മരിച്ചതിന്റെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ 11 മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് 1.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടത്. പിതാവ് ഇർഷാദിന്റെ മങ്കരയിലെ വീട്ടിലായിരുന്ന കുടുംബം ഏതാനും ദിവസം മുൻപാണ് മണിയൂരിലെ വീട്ടിലെത്തിയത്. രാവിലെ 11ഓടെ കുഞ്ഞിന്റെ ഉമ്മ ഫായിസ അയൽവീട്ടിലെത്തി താൻ മരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. സംശയം തോന്നിയ നാട്ടുകാർ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് കിടപ്പുമുറിയിൽ കുഞ്ഞിനെ ചലനമറ്റ നിലയിൽ കണ്ടത്. ഫായിസയുടെ മാതാപിതാക്കൾ മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവം നടന്ന വീട്ടിൽ പോലീസ് വിശദമായ പരിശോധന നടത്തി. ഫായിസയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 വടകര. കാസർഗോഡ് ചീമേനി ചെമ്പ്രാക്കാനത്ത് മക്കളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 2 കുഞ്ഞുങ്ങളെയും കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം സജന എന്ന യുവതി തൂങ്ങി മരിച്ചെന്നായിരുന്നു പോലീസ് നിഗമനം. ഇത് ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. എന്നാൽ കൂട്ട ആത്മഹത്യയുടെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത സജനയുടെ ഫോൺ പോലീസ് പരിശോധിച്ചു വരികയാണ്. കുട്ടികളെ ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം സജന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു കുട്ടിയുടെ കഴുത്തിൽ ഷാൾ കൊണ്ട് ഉരസിയ പാടുണ്ട്. സജനയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നമായിരിക്കാം യുവതിയെ കൊണ്ട് കടുങ്കൈ ചെയ്യിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചന. ഏത് സാഹചര്യമാണ് സജനയെ ഇങ്ങനെയൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത സജനയുടെ ഫോണ് പോലീസ് പരിശോധിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കാം എന്ന സൂചനയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 നാടിനെ നടുക്കിയ സംഭവം പുറത്തറിയുന്നത്. KSEB നീലേശ്വരം ചൊയ്യംകോട് സെക്ഷൻ ഓഫീസിലെ സബ് എഞ്ചിനീയർ TS രഞ്ജിത്തിന്റെ ഭാര്യയും പെരിങ്ങോം പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരിയുമായ K സജന, മക്കളായ ഗൗതം, തേജസ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സജനയെ വീടിന് പിൻവശത്ത് ടെറസിൽ തൂങ്ങിയ നിലയിലും ഗൗതമിനെയും തേജസിനെയും കിടപ്പുമുറിയിലുമാണ് മരിച്ച നിലയിൽ കണ്ടത്. ന്യൂസ് 18 ചീമേനി. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും
തെളിവുകൾ നശിപ്പിച്ചാലും ഏതൊരു കേസിലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ച് മുങ്ങി നടന്നാലും ഒരു നാൾ നിയമത്തിന് മുന്നിൽ കുടുങ്ങുമെന്ന് തീർച്ച. ഇങ്ങനെ 2.5 പതിറ്റാണ്ടിന് ശേഷം ഒരു ബലാത്സംഗ കേസിലെ പ്രതി പോലീസിന്റെ പിടിയിലായി. കൊല്ലം അഞ്ചലിൽ 27 വർഷം മുൻപ് ബസ് യാത്രക്കാരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഗൾഫിലും തിരുവനന്തപുരത്തുമായി ഒളിവിൽ കഴിയുകയായിരുന്ന വർക്കല സ്വദേശി സജീവാണ് പോലീസിന്റെ മുന്നിൽ കുടുങ്ങിയത്. അഞ്ചൽ സ്വദേശിയായ യുവതിയെ വിവിധയിടങ്ങളിൽ തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ച കേസിൽ 9 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. ജൂലൈ 16 സംഭവം. സ്വകാര്യ ബസ്സിൽ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പോയി മടങ്ങിയ യുവതിയെ അഞ്ചലിൽ ഇറക്കാതെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിക്കുകയും അവിടെ നിന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോവുകയും ആയിരുന്നു. തുടർന്ന് വർക്കല, പരവൂർ എന്നിവിടങ്ങളിൽ വെച്ച് 10ഓളം പേർ ചേർന്ന് പീഡിപ്പിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്നുതന്നെ അറസ്റ്റിലായ സജീവ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പിന്നീട് കോടതിയിൽ ഹാജരായില്ല. 2023 കോടതി സജീവിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. വർക്കല സ്വദേശിയായ സജീവ് ഗൾഫിലേക്ക് കടക്കുകയും തിരിച്ചെത്തി തിരുവനന്തപുരം ചെങ്കോട്ടുകോണം എന്ന സ്ഥലത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു. സംഭവത്തിൽ തുടരന്വേഷണം നടത്തിയ പോലീസ് സജീവിന്റെ സഹോദരിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാര്യം മനസ്സിലായത്. ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുകയാണെന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് ഏറെ നാളായി പ്രതി നിരീക്ഷണത്തിലായിരുന്നു. അഞ്ചൽ SHO സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സജീവിനെ പിടികൂടിയത്. ന്യൂസ് 18 പുനലൂർ. എറണാകുളം ചെങ്ങമ്മനാട് ഗുണ്ടാത്തലവനെ കൊലപ്പെടുത്തിയത് വൻ ക്രിമിനൽ സംഘങ്ങളാണ്. അത്താണി ബോയ്സ് എന്ന ഗുണ്ടാ സംഘത്തിന്റെ തലവനായ ബിനു വിക്രമനെ കൊലപ്പെടുത്തിയത് കുടിപ്പകയെ തുടർന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ കൊലയാളി സംഘത്തിലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുമശ്ശേരി സ്വദേശികളായ നിതിൻ, ദീപക് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കേസിൽ കൂടുതൽ പേർ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. ഉടൻ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. അത്താണി ബോയ്സ് എന്ന ഗുണ്ടാ സംഘത്തിന്റെ തലവനായിരുന്ന വിനു വിക്രമനെ ബുധനാഴ്ച പുലർച്ചെയാണ് നടുറോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. കുറുമശ്ശേരി സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. ഗുണ്ടാപ്പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സംഭവം നടന്ന് 24 മണിക്കൂർ തികയും മുൻപ് പോലീസ് കൊലയാളി സംഘത്തിലെ 2 പേരെ പിടികൂടി. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കുറുമശ്ശേരി സ്വദേശികളായ നിതിൻ, ദീപക് എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. വടക്കേക്കര ലേബർ ജംഗ്ഷന് സമീപത്ത് നിന്ന് പിടികൂടിയ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായ നിതിനെതിരെ കാലടി, അങ്കമാലി, നെടുമ്പാശ്ശേരി, ചെങ്ങമനാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട്. ദീപക് നെടുമ്പാശ്ശേരി, ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനുകളിലെ നിരവധി കേസുകളിൽ പ്രതിയാണ്. കേസിൽ കൂടുതൽ പേർ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. അറസ്റ്റിലായവരെ കൂടാതെ 2 പേർ കൂടി കസ്റ്റഡിയിലുണ്ട്. കുറുമശ്ശേരി സ്വദേശികളായ സതീഷ്, സിൻഡോ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലപ്പെട്ട വിനു വിക്രമൻ ഗുണ്ടാ നേതാവ് ബിനോയിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയായിരുന്നു. ഇതുകൂടാതെ ബാർ ഹോട്ടൽ ഉടമസ്ഥരെ ഭീഷണിപ്പെടുത്തി ഗുണ്ടാ പിരിവ് നടത്തിയതിനും പാടം നികത്തിയതിനും മയക്കുമരുന്ന് കൈവശം വച്ചതിനുമടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ്. ഗുണ്ടാ നേതാവായിരുന്ന ഗില്ലോപ്പി ബിനോയിയുടെ അത്താണി സിറ്റി ബോയ്സ് എന്ന ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയായിരുന്നു ബിനു. പിന്നീട് ബിനോയുമായി തെറ്റിപ്പിരിഞ്ഞ ബിനു 2019 ബിനോയിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിന്റെ പകയാണ് ബിനുവിനെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് പോലീസ് നിഗമനം. ബാറിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ചിലർ ചേർന്ന് ബിനുവിനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് കൊലപാതകം നടത്തിയത്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ന്യൂസ് 18
കൊച്ചി. വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടൽ പലരെയും മാനസികമായി തളർത്താറുണ്ട്. മക്കളുടെ സാന്നിധ്യമില്ലാത്തതും രോഗാവസ്ഥയും കാരണം ചില വൃദ്ധ മാതാപിതാക്കൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകും. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വൃദ്ധ ദമ്പതികളുടെ മരണം ഇതുപോലെ ഒറ്റപ്പെടലിൽ മനംനൊന്താണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ കാരണം? വീടിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് മല്ലപ്പള്ളി സ്വദേശികളായ വർഗീസ്, ഭാര്യ അന്നമ്മ എന്നിവർ മരിച്ചത്. ഇരുവരും ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രാവിലെ വർഗീസിനെയും അന്നമ്മയും വീടിന് പുറത്ത് കാണാത്തതിനെ തുടർന്ന് സമീപത്ത് താമസിക്കുന്ന വർഗീസിന്റെ സഹോദരൻ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റാണ് ഇരുവരും മരിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവമെന്ന് കരുതുന്നു. അപകട സമയത്ത് വൃദ്ധ ദമ്പതികൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കീഴ്വായ്പൂർ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപകടത്തിന് മറ്റ് കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ന്യൂസ് 18 പത്തനംതിട്ട. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് വീണ്ടും സജീവമാവുകയാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്ന് എയർ ഇന്റലിജൻസ് പിടിച്ചെടുത്തത് 3.25 കോടി രൂപയുടെ സ്വർണമാണ്. വളകൾ, സിലിണ്ടർ, മാലകൾ, ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു ഇവ കടത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ മാസം വിദേശത്തു നിന്ന് വിവിധ വിമാനത്തിലെത്തിയ 15ലധികം യാത്രക്കാരിൽ നിന്നുമാണ് 5 കിലോയിലധികം തൂക്കം വരുന്ന സ്വർണം പിടിച്ചെടുത്തത്. രഹസ്യവിവരത്തെ തുടർന്നും വിമാനത്താവളത്തിലെ എക്സ്റേ പരിശോധനയിലുമാണ് ഇത്രയും സ്വർണം പിടിച്ചെടുത്തത്. ഓരോ യാത്രക്കാരും 200, 300, 500 ഗ്രാം വരെ തൂക്കമുള്ള സ്വർണമാണ് കടത്താൻ ശ്രമിച്ചത്. ഒരു യാത്രക്കാരനിൽ നിന്ന് 50 ലക്ഷത്തിനും 1 കോടി രൂപയ്ക്കും ഇടയിലുള്ള സ്വർണം പിടിച്ചെടുത്താൽ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്യും. 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്യുന്നതിന് പുറമെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. 1 കിലോ സ്വർണത്തിന് താഴെയുള്ളതാകുമ്പോൾ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്യില്ല, പകരം കേസെടുത്ത് വിട്ടയക്കും. ഈ ആനുകൂല്യം മുതലെടുത്താണ് സ്വർണ്ണക്കടത്ത്. സ്വർണം കടത്താൻ ശ്രമിക്കുന്ന യാത്രക്കാർ പലപ്പോഴും 50 ലക്ഷം രൂപയ്ക്ക് താഴെ വില വരുന്ന അളവിലുള്ള സ്വർണമാണ് കടത്തുന്നത്. സ്വർണത്തിന് പുറമെ 91 ലക്ഷം രൂപയുടെ വിദേശ നിർമ്മിത വ്യാജ സിഗരറ്റും പിടിച്ചെടുത്തു. ഞായറാഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ 3 യാത്രക്കാരിൽ നിന്നായി പിടിച്ചെടുത്തത് 21 ലക്ഷം രൂപ വില മതിക്കുന്ന വ്യാജ വിദേശ നിർമ്മിത സിഗരറ്റുകളാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ആരാധനാലയങ്ങളിലെ തിരക്കിന്റെ മറവിൽ മോഷ്ടാക്കൾ വിലസുന്ന കാലമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരെയും കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ദർശനത്തിനായി എത്തിയപ്പോഴാണ് യുവതിയുടെ മാല വലിച്ചു പൊട്ടിച്ചത്. പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ വല്ലച്ചിറ സ്വദേശി ബിജുവാണ് പോലീസിന്റെ പിടിയിലായത്. പുലർച്ചെ 4:15 ഗുരുവായൂർ വടക്കേ ഇന്നർ റിംഗ് റോഡിലായിരുന്നു മോഷണം. ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിനടുത്തുള്ള സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് വലിച്ചു പൊട്ടിച്ചത്. മോഷണം നടത്തിയ തൃശൂർ വല്ലച്ചിറ സ്വദേശി ബിജുവിനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. ഇയാൾ ഇപ്പോൾ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സി ജിജോ ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച സ്വർണ്ണമാല ബിജുവിന്റെ പക്കൽ നിന്നും കണ്ടെടുത്തു. ചാവക്കാട് JFCM കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ASIമാരായ അഭിലാഷ്, വിനയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോബി ജോർജ്,
സിവിൽ പോലീസ് ഓഫീസർ MR അനൂപ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് 18 ഗുരുവായൂർ. ഉറ്റ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലും ബിസിനസ് ഇടപാടുകളിലും പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ഹാർദിക് പാണ്ഡ്യയെയും കൃണാൽ പാണ്ഡ്യയെയും കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്തത് അർദ്ധ സഹോദരനാണ്. 4,30,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ അർദ്ധ സഹോദരൻ വൈഭവ് പാണ്ഡ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരുടെയും പങ്കാളിത്തത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിലേക്ക് ഹാർദിക്കും കൃണാലും നിക്ഷേപിച്ച പണം സ്വന്തമാക്കിയതായാണ് പരാതി. തട്ടിപ്പ്, വ്യാജരേഖ ഉണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വൈഭവ് പാണ്ഡ്യയ്ക്കൊപ്പം ചേർന്ന ഹാർദിക്കും കൃണാലും മുംബൈയിൽ പോളിമർ ബിസിനസ് തുടങ്ങിയത്. താരങ്ങളാണ് കമ്പനിയുടെ 80% തുകയും നിക്ഷേപിച്ചത്. 20% തുക വൈഭവ് പാണ്ഡ്യ ചെലവാക്കി. സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല വൈഭവ് പാണ്ഡ്യയ്ക്കായിരുന്നു. ഹാർദിക് പാണ്ഡ്യയും കൃണാൽ പാണ്ഡ്യയും അറിയാതെ വൈഭവ് പാണ്ഡ്യ സ്വന്തം പേരിൽ മറ്റൊരു സ്ഥാപനം തുടങ്ങിയതായാണ് പരാതി. കമ്പനി സ്ഥാപിക്കുമ്പോൾ ഉണ്ടാക്കിയ കരാർ ഇയാൾ പാലിച്ചില്ല. തന്റെ ലാഭവിഹിതം 20 നിന്ന് 33.3% വൈഭവ് ഉയർത്തി. താരങ്ങളുടെ അറിവില്ലാതെ വൈഭവ് 1 കോടിയിലേറെ രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും ഇരുവരും പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 37-കാരനായ വൈഭവ് പാണ്ഡ്യയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പ്, വ്യാജരേഖ ഉണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് വൈഭവ് പാണ്ഡ്യയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് 18 മുംബൈ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സഹകരിക്കാതെ CMR. ഉദ്യോഗസ്ഥർ ഹാജരാകാത്തതിന് പിന്നാലെ CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് അയച്ചു. തിങ്കളാഴ്ച രാവിലെ 10:30 ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാണ് നിർദ്ദേശം. നോട്ടീസ് നൽകിയിട്ടും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഹാജരാവുകയോ രേഖകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ED വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെയാണ് ശശിധരൻ കർത്തയ്ക്ക് കൂടി നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാസപ്പടി കേസിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRലും തമ്മിലുള്ള ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. CMRL ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് രേഖകൾ സഹിതം ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ആരും ഹാജരായില്ല. ഹാജരാകാത്തതിന്റെ കാരണവും പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് നൽകിയത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെളിപ്പെടുത്തൽ തുടരുന്നതിനിടെയാണ് നോട്ടീസ് നൽകിയത്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ED പരിശോധിക്കുന്നത്. നൽകാത്ത സേവനത്തിനാണ് CMRL മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയതെന്നാണ് ആരോപണം. SFIOയുടെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ED കേസ് ഏറ്റെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ SFIO അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് കേസിൽ ED അന്വേഷണവും ആരംഭിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRലും തമ്മിൽ നടത്തിയ 1.72 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിലാണ് ED അന്വേഷണം പുരോഗമിക്കുന്നത്. CMRL വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 2017-20 കാലയളവിൽ വലിയ തുക പ്രതിഫലം നൽകി എന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലാണ് മാസപ്പടി വിവാദം ആരംഭിച്ചത്. തുടർന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ വീഴ്ച തുറന്നുകാട്ടുന്നതായിരുന്നു കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ വിധി.
പ്രതികളെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണെന്ന വലിയ വിമർശനവും ഉയർന്നു. പ്രതിഷേധങ്ങൾക്കും വിമർശനത്തിനും പിന്നാലെ വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പ്രതികൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയക്കുകയും ചെയ്തു. 3 പ്രതികളും സെഷൻസ് കോടതിയിൽ ഹാജരാകണം. സെഷൻസ് കോടതിയിൽ ജാമ്യം നേടാനും പ്രതികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ കേസിൽ വിധി പറഞ്ഞ വിചാരണ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റി. റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി 3 പ്രതികൾക്കും നോട്ടീസ് അയച്ചു. പ്രതികൾ പാസ്പോർട്ട് കെട്ടിവെക്കണമെന്നും വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുതെന്നും നിർദ്ദേശമുണ്ട്. വേനലവധിക്ക് ശേഷം കോടതി ചേരുമ്പോൾ കേസ് വീണ്ടും പരിഗണിക്കും. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ 7 വർഷമായി പ്രതികൾ ജയിലിൽ തന്നെയായിരുന്നു. തെളിവുകൾ ശക്തമായിരുന്നതിനാലാണിതെന്നും അപ്പീലിൽ പറയുന്നു. കുടക് സ്വദേശിയായ റിയാസ് മൗലവിയെ മതവിദ്വേഷത്തെ തുടർന്ന് 2017 മാർച്ച് 20 പള്ളിയിൽ കയറി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രതികളായ അജേഷ്, നിതിൻകുമാർ, അഖിലേഷ് എന്നിവരെ കഴിഞ്ഞ മാർച്ച് 30 കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിതെളിച്ചിരുന്നു. ഇതിനിടെ വിചാരണ കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനെ ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായി സ്ഥലം മാറ്റി. എറണാകുളം സ്വദേശിയായ കെ ബാലകൃഷ്ണൻ നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്ഥലം മാറ്റം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഏറെ പ്രശസ്തമാണ് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. സമീപത്തെ ആറ്റിലുള്ള മത്സ്യങ്ങളെ തിരുമക്കളെന്നാണ് വിശ്വാസികൾ വിളിക്കുന്നത്. നിരോധനം ലംഘിച്ച് ഈ മത്സ്യങ്ങളെ പിടികൂടി കറിവെച്ച സംഭവത്തിലെ 3 ഇതര സംസ്ഥാനക്കാർ പിടിയിലായി. ക്ഷേത്ര ഉപദേശക സമിതിയുടെ പരാതിയെ തുടർന്ന് കുളത്തൂപ്പുഴ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കൊൽക്കത്ത സ്വദേശികളായ 19കാരൻ സാഫിൽ, 23കാരൻ ബസറി, ഇവരോടൊപ്പമുണ്ടായിരുന്ന 17കാരൻ എന്നിവരെയാണ് കുളത്തൂപ്പുഴ പോലീസ് പിടികൂടിയത്. മേടവിഷു മഹോത്സവത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ വസ്തു വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തുന്നവരാണ് പിടിയിലായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവർ നിരോധിത മേഖലയിൽ നിന്നും മീൻ പിടിക്കാറുണ്ടായിരുന്നു. ഇവരുടെ ആറിന് സമീപത്തുള്ള സാന്നിധ്യം മനസ്സിലാക്കിയ നാട്ടുകാരിൽ ചിലർ ഇവിടെ മീൻ പിടിക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് നൽകി. എങ്കിലും ഇത് അവഗണിക്കുകയാണ് ഇവർ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. മീൻ പിടിക്കുകയും കറിവെക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കുളത്തൂപ്പുഴ ബാലശാസ്താവിൻ്റെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മീനുകളെ ഇവിടെ താൽക്കാലികമായി കട കെട്ടാൻ വേണ്ടി വന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് തോന്നുന്നു. പക്ഷേ ക്ഷേത്ര ഉപദേശക സമിതിയായിട്ടോ ഉത്സവ സമിതിയുമായിട്ടോ ആലോചിക്കാതെ സ്വകാര്യ വ്യക്തി കട വാടകയ്ക്ക് കൊടുക്കുകയും മീനിനെ ഇന്നലെ പിടിച്ച് കറിവെച്ച് കഴിക്കുകയും ആ കറിയുടെ ഒരംശം പാത്രത്തിലിരിക്കുകയും ഇന്ന് മറ്റു തിരുമക്കളെ പിടിച്ച് കഴുത്തറുത്ത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഒരു ഭക്തൻ ഇത് കാണുന്നത്. തികച്ചും മനസ്സും ശരീരവും ഒക്കെ വേദനാജനകമായ ഒരു സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതിയാണ് പോലീസിൽ പരാതി നൽകിയത്. കസ്റ്റഡിയിലെടുത്ത 3 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയതായി കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് പറഞ്ഞു. ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ ചുറ്റളവിൽ മീൻ പിടിക്കുന്നത് ജില്ലാ കലക്ടർ ഉത്തരവിലൂടെ നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ക്ഷേത്രത്തിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം അകലെ നിന്നാണ് ഇവർ മത്സ്യങ്ങളെ പിടികൂടിയത്. തിരമാലകളെ കാണുന്നതിനും മീനൂട്ട് വഴിപാട് നടത്തുന്നതിനുമായി 100 കണക്കിന് വിശ്വാസികളാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി ഇവിടെ എത്താറുള്ളത്. ന്യൂസ് 18 പുനലൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം മലയൻകീഴിൽ കുടുംബ വഴക്കിന്റെ പേരിൽ അമ്മയെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. വിളവൂർക്കൽ സ്വദേശി സുരേഷ് കുമാറാണ് പിടിയിലായത്. തിരുവല്ല ഈസ്റ്റ് ഓദ്ര പഴയകാവിലെ കിണറ്റിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പി കെ ബിജുവിനെ വീണ്ടും ചോദ്യം ചെയ്തു. ഇഡി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ടെന്ന് പി കെ ബിജു. തൃശൂർ കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ സ്കൂൾ പരിസരത്ത് സ്ഫോടക വസ്തു കണ്ടെത്തി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം തുടങ്ങി. ഓൺലൈൻ വഴി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘത്തിലെ 2 പേർ ഇരിങ്ങാലക്കുടയിൽ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശികളായ മുഫ്ലിഖ്, വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് നീലേശ്വരത്ത് റേഷൻ കടയിൽ വിതരണം ചെയ്യേണ്ട 20ഓളം ചാക്ക് അരി റോഡരികിലെ കുഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കാസർഗോഡ് ചെറുവത്തൂരിൽ വിതരണത്തിനായി തയ്യാറാക്കി വെച്ച റിംഗ് കമ്പോസ്റ്റുകൾ നശിപ്പിച്ച നിലയിൽ. 40 റിംഗ് കമ്പോസ്റ്റുകളാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. നിർമ്മാണ കരാർ എടുത്ത മലപ്പുറം സ്വദേശി ചന്ദേര പോലീസിൽ പരാതി നൽകി. നമ്മുടെ പോലീസിന്റെയും നിയമ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് കുറച്ചുനാളത്തെ മുങ്ങി നടക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ ചെയ്ത കുറ്റം നിങ്ങളെ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. ഒരിക്കൽ നിയമത്തിന് മുന്നിൽ കുടുങ്ങുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. എറണാകുളം വാഴക്കുളത്ത് അയൽവാസിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിലായത് 17 വർഷത്തിന് ശേഷമാണ്. വാഴക്കുളം സ്വദേശി റഫീഖിനെയാണ് തടിയിട്ടപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2007 അയൽവാസിയെ ഉലക്ക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ്. സംഭവത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വിദേശത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് കോടതി പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.